തരൂർ അനാഥനാകില്ല, ഞങ്ങളുണ്ട്, തരൂറിന് തന്തയും തള്ളയും ഒക്കെ ഉണ്ട് എന്ന് തോമസ് ഐസക് പറയുന്നു. ഇങ്ങോട്ടേക്ക് വാ എന്ന് BJP പറയുന്നു. തരൂറിനെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് കോൺഗ്രസും പറയുന്നു. തരൂറിൻ്റെ ചാട്ടം എങ്ങോട്ടേക്കായിരിക്കും? തരൂർ നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിൽ തന്നെ നിൽക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ചെയ്യുമ്പോഴും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് എന്ന സന്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ തന്നെ പരിഗണിക്കാതെ പോകുന്ന കോൺഗ്രസ് രീതികളുടെ അദ്ദേഹത്തിനുള്ള വിപ്രതിപത്തി അദ്ദേഹം വളരെ വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, അദ്ദേഹത്തെ കേന്ദ്രത്തിൽ ഒരിടത്തും കോൺഗ്രസ് തൊടിയിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരിടത്തും അദ്ദേഹം അവരുടെ പ്രവർത്തക സമിതി അംഗമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരവസരം നൽകുന്നില്ല. കേരളത്തിൽ അദ്ദേഹത്തെ കണ്ടാൽ കൂട്ടമായിട്ട് കോൺഗ്രസ്സുകാർ ഓടിക്കളയും. ഇതേ തരൂർ വരുന്നതാ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് മൊത്തമായിട്ട് ഓടിപ്പോവുകയും. കാരണം തരൂരിനെ വലിയ പേടിയാണ് അവർ. കാരണം തരൂർ ഇനി അടുത്ത നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് വരുമോ എന്നുള്ളതാണ് അവരുടെ ഭയപ്പാട്. അപ്പോൾ അതുകൊണ്ട് തരൂരിനെ എങ്ങനെ ഒഴിവാക്കണം എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിലാകട്ടെ തരൂരിൻ്റെ ഒരു ദേശീയ അന്താരാഷ്ട്ര പ്രസക്തി അത് പ്രകടമാക്കുന്ന രീതിയിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളതായിട്ടുള്ള നേതാക്കളുടെ പ്രഭ മങ്ങിപ്പോവും എന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് രാഹുലിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കരുതുന്നത്, KC വേണുഗോപാലടക്കമുള്ളവർ കരുതുന്നത് തരൂരിനെ പതുക്കെ മൂലക്കൊതുക്കുക എന്നാണ്. ഈ ഒരവസ്ഥയിലാണ് തരൂർ ഇപ്പോൾ അതിൻ്റെ സമ്മർദ്ദത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ പുതിയ സമ്മർദ്ദം സൃഷ്ടിച്ച് പുതിയ ഒരു സ്പേസ് പൊളിറ്റിക്സിലുണ്ടാക്കിയിരിക്കുകയാണ് ചെയ്തത്. ആ സ്പേസാണ് CPMനെ തരൂരിനെ ക്ഷണിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. BJPയും തരൂരിനെ കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹത്തിലാണ് കേരളത്തിൽ. പക്ഷേ കേന്ദ്രത്തിലെ BJPക്ക് തരൂർ വേണോ എന്ന് ചോദിച്ചാൽ എവിടെ തരൂരിനിരുത്തും? മാത്രമല്ല തരൂരിന് BJPയിൽ പോയാൽ ഗുണമുണ്ടാവും, പക്ഷേ തരൂർ വന്നാൽ BJP ഗുണമുണ്ടാവുമോ എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് അത്ര വലിയ ഒരു പ്രാധാന്യമില്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ തരൂർ വരികയാണെന്ന് വെച്ചാൽ BJPക്ക് അത് ഗുണകരമായിരിക്കും. അപ്പോൾ കേരളത്തിൽ ഇയാൾ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് CPM അല്ലെങ്കിൽ BJP കേരളത്തിൽ. പക്ഷേ നാഷണൽ പൊളിറ്റിക്സിലേക്ക് പോകണം എന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ള BJPയുടെ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് കേരളത്തിലേക്ക് കടക്കാനും പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകാനും ഉള്ള ഒരു തന്ത്രം അദ്ദേഹം ആവിഷ്കരിക്കുകയാണെങ്കിൽ അത് വ്യക്തിപരമായിട്ട് തരൂർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിജയത്തിന് കാരണമായി തീരും, അല്ലെങ്കിൽ സഹായകരമായി തീരും. പക്ഷേ നമുക്ക് ഇതിലൊന്നും ഒരു തീരുമാനത്തിലും എത്താൻ പറ്റുന്ന സൂചനകളല്ല നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ KC വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് തരൂറിനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. പക്ഷെ ആ നിലപാട് പോലും തനിക്ക് യോജിക്കുന്ന തരത്തിലല്ല എന്നുള്ള രീതിയാണ് തരൂർ സ്വീകരിക്കുന്നത്. തൻ്റെ നിലപാടുകൾ താൻ തുറന്നു പറയും, അതെവിടെയും എപ്പോഴും എങ്ങനെയാണെങ്കിലും. ആ നിലപാട് പക്ഷേ കോൺഗ്രസ്സിന് സ്വീകാര്യമല്ല. ഇപ്പോൾ മുരളീധരൻ പറയുന്നത് ഞങ്ങളൊന്നും വലിയ ആളുകളല്ല, ചെറിയ ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ ഇവിടെ ആളുകളില്ല എന്ന് അതൊരു കുത്തിപ്പറച്ചിൽ കൂടിയാണ്. ഇപ്പോൾ ഈ കേരളത്തിലൊരു പ്രശ്നമുണ്ടായാൽ ഹൈക്കമാൻഡ് കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷെ തരൂറിനെ തൊട്ടാൽ കൃത്യമായി കേന്ദ്ര ഹൈക്കമാൻഡ് ഇടപെടുന്നുണ്ട് എന്നുള്ള ഒരു രീതിയും കൂടിയാണ് മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ തരൂറിന് പോകരുത് എന്ന് ഹൈക്കമാൻഡ് കൃത്യമായി ഉണ്ട് എന്നല്ല അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, തരൂർ പോകരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണല്ലോ കഴിഞ്ഞ ദിവസം തരൂരിനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വിളിപ്പിച്ച് ചർച്ച ചെയ്ത്. അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ആവശ്യമില്ല, അയാൾ പോകണമെങ്കിൽ പോകട്ടെ എന്ന് കരുതി നിശബ്ദരായിരിക്കുകയും അദ്ദേഹത്തെ അവഗണിക്കുകയും ചെയ്താൽ മതിയായിരുന്നു. ആ ഒറ്റ അവഗണന കൊണ്ട് തന്നെ തരൂർ പുറത്താകുമായിരുന്നു. പക്ഷെ അങ്ങനെ കരുതുന്നില്ല. തരൂർ നിൽക്കണം, പക്ഷേ നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിൽക്കണം എന്ന ഒരു സമീപനം അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് തരൂർ ഇപ്പോൾ പ്രതിഷേധിച്ച് നിൽക്കുന്നത്. അങ്ങനെ നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ പ്രവർത്തകനായിട്ടോ എന്നെ കണക്കാക്കേണ്ടതില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കാം, അതിനെനിക്ക് താല്പര്യക്കുറവില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ പറയുകയും എനിക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് ലഭിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് നിന്നിട്ട് എന്താണ് കാര്യം എന്നത് വളരെ ഓപ്പണായിട്ട് തുറന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു സമീപനം നമുക്കിപ്പോൾ തരൂരിൻ്റെ ഭാഗത്തുനിന്ന് കാണാം. ഈ തരൂർ BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അതോ CPMയിലേക്കോ?
മോദിയും പൊഴുത്തി പിണറായിയും പൊഴുത്തി. അപ്പോൾ ഈ പൊഴുത്തുകല്ലുകൾ ഇങ്ങനെ കൂടുമ്പോൾ ഏത് ഭാഗത്തേക്കായിരിക്കും ചാഞ്ചാട്ടത്തിനൊരു സാധ്യത? അല്ല, തരൂർ എന്താ ചെയ്തത്? നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും എന്ന് പറഞ്ഞു. 2 വഴി വെട്ടിത്തുറന്നുകൊണ്ടാണ് ആ പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത്. ഒന്ന്, ബി ജെ പിയിലേക്ക് പോകാം. ബി ജെ പിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് മോദി പ്രശംസ അല്ലെങ്കിൽ മോദിയെ പുകഴ്ത്തൽ. കാരണം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് മോദിയുടെയും അതുപോലെ ട്രംപിൻ്റെയും കൂടിക്കാഴ്ചയെ ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്ക് തരൂർ കണ്ടതും പ്രസംഗിച്ചതും. എനിക്ക് ഈ കാര്യത്തിലൊക്കെ നല്ല വിവരമുണ്ട്, മറ്റുള്ള ആളുകൾ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതിൻ്റെ അടിത്തറ അതായിരുന്നു. സത്യം വിളിച്ച് പറഞ്ഞത് കൊണ്ടാണോ തരൂർ പുറത്തേക്ക് പോകേണ്ടി വരുന്നത്? അല്ല, സത്യമല്ലല്ലോ ഇതിൻ്റെ അകത്ത്. സത്യത്തിൻ്റെയും സത്യമില്ലായ്മയുടെയും പ്രശ്നമല്ല ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ പൊളിറ്റിക്കൽ മൈലേജ് എത്രമാത്രമാണ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുക, അതിന് നിങ്ങൾ എന്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉപയോഗിക്കണം. ആ സ്ട്രാറ്റജിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന നിലയ്ക്ക് പ്രയോഗിച്ചത്. അതായത് 1 മോദിയെ പുകഴ്ത്തുന്നു, 2 പിണറായിയെ പ്രശംസിക്കുന്നു. പിണറായിയുടെ പ്രശംസ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലാണ്. ആ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു റിപ്പോർട്ടിനെ കേന്ദ്രീകരിച്ചാണ്. ഇങ്ങനെയാണ് റിപ്പോർട്ടെങ്കിൽ ആ റിപ്പോർട്ട് ശരിയാണെങ്കിൽ നമുക്കെന്തിനെ ഇവരെ ഇകഴ്ത്താം, നമുക്ക് പുകഴ്ത്താം എന്ന് പറഞ്ഞിട്ടാണ് മോദി അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ നമ്മൾ കരുതുന്നത് രണ്ടും അദ്ദേഹത്തിൻ്റെ സത്യപ്രസ്താവനകളല്ല. ഇതെല്ലാം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നേ കണക്കാക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ തന്ത്രപരമായ പ്രസ്താവനകൾ മാത്രമാണ്. ആ തന്ത്രപരമായിട്ടുള്ള പ്രസ്താവനകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ്, ധർമ്മങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിലെ വാദപ്രതിവാദങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. തരൂർ നമ്മൾ തന്നെ ചോദിക്കുകയാണ്, തരൂർ പോകുമോ, തരൂർ CPM-ലേക്ക് പോകുമോ, BJP-യിലേക്ക് പോകുമോ എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തരൂരിനെ കുറിച്ച് സംസാരിക്കില്ലായിരുന്നു. അതായത് ഈ മോദിയെ പുകഴ്ത്തിയത്, ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദിയെ പുകഴ്ത്തിയത് BJP-യിലേക്ക് പോകാനുള്ള തരൂരിൻ്റെ തന്ത്രമെന്നാണോ മാഷ് പറയുന്നത്? അല്ല, BJP-യെ പുകഴ്ത്തുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് നേരിട്ട് BJP-യിലേക്ക് പോകുന്നതിന് ഞാൻ ശ്രമിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഞാനിവിടെ ഉണ്ട്, ശശി തരൂർ എന്ന് പറയുന്ന ഒരു MP ഇവിടെയുണ്ട്. അയാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് കഴിയും. അയാൾ സംസാരിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള എഫക്റ്റ് ഉണ്ടാകും. ആ എഫക്റ്റ് കോൺഗ്രസ് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള സ്പേസ് തരിക. കോൺഗ്രസിൻ്റെ വക്താവായിട്ട് സംസാരിക്കാൻ എന്താണ് നിങ്ങൾ എനിക്ക് അവസരം നൽകാത്തത് എന്ന ചോദ്യമാണ് അതിലൂടെ ഉയർത്തിയത്. നാഷണൽ പൊളിറ്റിക്സ്. എന്നാൽ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ അദ്ദേഹം എന്ത് ചെയ്തു? പിണറായി വിജയനെ പ്രശംസിക്കുകയാണ് ചെയ്തത്. ആ പ്രശംസയും കേരളത്തിലെ കോൺഗ്രസ് മറുപടി പറയാൻ ബാധ്യസ്ഥരായത്. MM ഹസൻ അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതികരിച്ച സമയത്ത് ശശി തരൂർ പറഞ്ഞത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ പാടില്ലാത്തതിൻ്റെ അസുഖമാണ് MM ഹസൻ എന്നാണ് പറഞ്ഞത്. MM ഹസൻ തിരിച്ചടിച്ചതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് പൊളിറ്റിക്സിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാനായിട്ട് കഴിയാത്തതിൻ്റെ പ്രശ്നമാണ് തരൂറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അത് വാദപ്രതിവാദമായി തരൂർ സ്ഥിരമായിട്ട് വാർത്തയിൽ എന്നുവെച്ചാൽ നമ്മൾ ഈ ലൈം ലൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതിനകത്ത് ഇങ്ങനെ തരൂർ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. പക്ഷേ ഇത് അധികകാലം മുന്നോട്ട് പോകും എന്ന് നമ്മൾ കരുതരുത്. ഇത് ഒന്നില്ലെങ്കിൽ തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് നടന്നു കയറുന്നതാണ്. അതല്ലെങ്കിൽ ഇടം തിരിഞ്ഞ് എന്ത് ചെയ്യും, CPM-ലേക്കും കയറിക്കളയും. എവിടെയും കയറാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം വാതിൽ തുറന്ന് കാത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും.